പാലക്കാട് ചങ്ങലേരിയിൽ നിപ ബാധിച്ച് മരിച്ചയാളുടെ മകനും നിപ സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവായത്. മരിച്ചയാൾക്കൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് 32-കാരനായ മകനാണ്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. മുബഷിർ, കൂട്ടിരിപ്പുകാരനും നിപ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ സമ്പർക്ക പട്ടികയിലുള്ള ആളായതുകൊണ്ട് നിരീക്ഷണത്തിലായിരുന്നു. തീർച്ചയായും സുജയ, നിരീക്ഷണത്തിൽ തുടരുന്നതിനിടയിലാണ് ഈ മരണം സംഭവിച്ചത്. നമുക്കറിയാം, നിപ്പ ബാധിച്ചുള്ള ഒരു മരണം തന്നെയാണിത് എന്നുള്ളതാണ് നിലവിൽ പാലക്കാട് ജില്ലാ ആരോഗ്യ വകുപ്പും സ്ഥിരീകരിക്കുന്നത്. പാലക്കാട് ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു വ്യക്തി മരിച്ചിരുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ നിപ്പ പോസിറ്റീവ് ആയിരിക്കുന്നത്. മരിച്ച വ്യക്തിയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് 32 വയസ്സുള്ള മകനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു പരിശോധനാ ഫലം പുറത്തു വന്ന ഇപ്പോൾ ഈ മകൻ 32-കാരനായ മകൻ ആശുപത്രിയിലാണോ? ചികിത്സയിൽ തുടരുകയായിരുന്നോ അതോ വീട്ടിലേക്ക് പോയിരുന്നോ? സമ്പർക്കമില്ലാതെ വീട്ടിൽ തുടരുകയായിരുന്നോ അതോ ആശുപത്രിയിലായിരുന്നു? ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോഴും അദ്ദേഹം ഒബ്സർവേഷനിൽ തുടരുകയാണ് എന്നുള്ളതാണ് ജില്ലാ ആരോഗ്യ വകുപ്പും നിലവിൽ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് പരിശോധനകൾ നടത്തിയിരുന്നു. ആ വിദഗ്ധമായ പരിശോധനയിലാണ് ഇത്തരമൊരു റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാലക്കാട് കഴിഞ്ഞ ദിവസം നിപ്പ ബാധിച്ച ഒരാൾ മരിച്ചത് വാർത്തയൊക്കെ തന്നെ പുറത്തു വന്ന് നമ്മൾ കണ്ടതായിരുന്നു. ജാഗ്രത തുടരുകയാണ്. നിരവധി ഇടങ്ങളിലൊക്കെ തന്നെ കണ്ടെയ്ൻമെന്റ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവ് ആയിരിക്കുന്നത്. ഈ 32-കാരനായ മകൻ ആശുപത്രിയിൽ കൂട്ടുകിരിപ്പുകാരനാകുമ്പോൾ ആശുപത്രിയിൽ പലയിടങ്ങളിലേക്കുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആശുപത്രിക്കുള്ളിൽ എന്തൊക്കെ സജ്ജീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്? പ്രത്യേകിച്ചും ഈ ചികിത്സയിൽ കഴിഞ്ഞ ആശുപത്രി ഏതാണ്? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നോ കൂട്ടിരിപ്പുകാരനായി ഉണ്ടായിരുന്നത്? നിപ്പ ആദ്യഘട്ടത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ജില്ലാ ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും പാലക്കാട് ഉൾപ്പെടുന്ന മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. ജാഗ്രതാ നടപടിയുടെ ഭാഗമായി നിപ്പ കൺട്രോൾ സെല്ല് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ആരോഗ്യ വകുപ്പ് കടന്നിരുന്നു. അതോടൊപ്പം തന്നെ അതത് മേഖലകളിൽ മഞ്ചേരിയിലും ചികിത്സയിലുണ്ടായിരുന്നു കുറച്ച് ആളുകൾ, അതോടൊപ്പം തന്നെ പാലക്കാടും ഉണ്ടായിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ച് ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും നിപ്പയുമായി ബന്ധപ്പെട്ട ഹൈ റിസ്ക് കാറ്റഗറിയിൽ നിരീക്ഷണം നടത്തിവരുന്ന ആളുകളുടെ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയതായി ആ ഒരു ഘട്ടത്തിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരുന്നു. കണ്ടെയ്ൻമെന്റ് സോൺ അതെല്ലാം ഭദ്രമാണ്. ചങ്ങലേരിയിലാണ്. ചങ്ങലേരി മേഖലയിൽ നിന്ന് രണ്ടാമത്തെ ആൾക്ക് നിപ സ്ഥിരീകരിക്കുകയാണ്. മരിച്ചയാളുടെ മകനാണ്, 32-കാരനാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആശങ്ക വേണ്ട, ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ സജ്ജീകരണങ്ങളും കണ്ടെയ്ൻമെന്റ് സോൺ അടക്കമുള്ള ക്രമീകരണങ്ങളും ആരോഗ്യവകുപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക.